ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നമ്മളിതാ എം എസ് പ്രഡിക്ഷനുമായി വന്നിരിക്കുന്നു. അറബിയിൽ നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി അറബി സാറിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഈ ഒരു പ്രഡിക്ഷൻ? നമുക്ക് ഏകദേശം ഒരു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാമല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മളെ കുട്ടികൾ വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലൈവ് നല്ല പോലെ കണ്ട കുട്ടികളാണോ? നാളെ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. നിങ്ങൾ അത് കണ്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും എഴുതലുവൽ അടിപൊളി. ആയിക്കോട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. യെസ്, നാളെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാ, അക്മിൽ ജദ്വല. നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗത്ത് ചോദിക്കുന്ന പാഠഭാഗത്തുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഫാഇലുകളെ അഥവാ പ്രവൃത്തി ചെയ്ത ആൾ, ആ പ്രവൃത്തി ചെയ്ത ആൾ ഒരു പുരുഷനാകുമ്പോൾ, 2 പുരുഷനാകുമ്പോൾ, പല പുരുഷന്മാരുമാകുമ്പോൾ, ഒരു സ്ത്രീ ആകുമ്പോൾ, 2 സ്ത്രീകളാകുമ്പോൾ, പല സ്ത്രീകളുമാകുമ്പോൾ, ഇങ്ങനെ പ്രവൃത്തി ചെയ്ത ആൾ ഒരു പുരുഷൻ ആകുമ്പോൾ അത് ഇത് അവർക്ക് പഠിക്കേണ്ടത് പ്രശ്നമുള്ള സംഗതിയല്ല. ഓക്കെ, ഇത് സർഫാക്കി പോവാൻ പഠിപ്പിക്കലാണ് നിങ്ങളുടെ ഈ ഒരു ഏരിയ കൊണ്ട് ലക്ഷ്യം. അതാണ് ഇത്തരത്തിലൊരു ബോക്സ് ഇവിടെ. ഫാഇലുൻ, ഫാഇലാനി, ഫാഇലുന. ഒരു പുരുഷൻ ചെയ്യുന്നു, 2 പുരുഷനായി, പല പുരുഷനായി, ഒരു സ്ത്രീയായി, 2 സ്ത്രീയായി, പല സ്ത്രീകളും ആയി. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതുപോലെ ഫാഇലിന്റെ ഒരു ഭാഗം കൊടുത്തിട്ട് അതിന്റെ തസ്നിയ എന്താണ്, ജംഅ എന്താണ് എന്ന് ചോദിക്കാനുണ്ടാവും. അത് സ്ത്രീയാകുമ്പോഴും ചോദിക്കാനുണ്ടാവും. അങ്ങനെ ഒരു ചോദ്യം നാളെ നിങ്ങൾക്ക് മക്കളെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇതാ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ട് നാസിറുൻ, ഇനി ഇവിടെ എന്ത് കൊടുക്കണം, ഇവിടെ എന്ത് കൊടുക്കണം, ഇങ്ങനെ ഫാഇലുകളെ പൂരിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നാളെ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഉറപ്പിച്ചോളി മക്കളെ, SSLC ഓണം എക്സാം 2025 ഇതുപോലൊരു പട്ടിക തന്നുകൊണ്ട് പൂരിപ്പിക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പരീക്ഷയിൽ അതെല്ലാവരും മാർക്ക് വേണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നത് തഹ്ദീർ എന്ന് പറഞ്ഞാൽ, തഹ്ദീർ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നറിയിപ്പ്, ഒരു ജാഗ്രതാ മുന്നറിയിപ്പ്. യെസ്, നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരു അൻ, ഇവിടെ ഒരു അന്ന് കൊടുത്തില്ലേ, ഈ അന്നിനു ശേഷം ഉള്ളതാണ് ആ മുന്നറിയിപ്പ്. എന്ത് വിഷയമാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ളത്? ആ വിഷയം കോവിഡിന്റെ വ്യാപനം. യെസ്, ആ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നാളെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്കിന് വന്നിരിക്കും. 4 മാർക്കിന് ഒരു കോവിഡ് വ്യാപനമായി പോലത്തെ ഒരു വിഷയത്തിൽ മുന്നറിയിപ്പ് നാളെ വന്നിരിക്കും. സമൂഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇംഗ്ലീഷ് പരീക്ഷയിലെ മാഷെ പ്ലെയിൻ ക്രാഷുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നറിയിപ്പ്. നിങ്ങൾക്ക് നാളെ അറബിൽ 4 മാർക്കിന് മുന്നറിയിപ്പ് വന്നിരിക്കും മാഷെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, SSLC ഓണം എക്സാം 2025 നമുക്ക് ഉറപ്പിച്ച് പറയാം, തഹ്ദീർ. എന്താ തഹ്ദീർ? മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നാളത്തെ എക്സാം ഹാളിൽ അറബി പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു മാർക്ക് കൊടുത്താൽ നാളെ നിങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് നാളെ പരീക്ഷയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് ഇതുപോലെ തർജുമത്തുൽ ഹയാത്ത് കൊടുത്തിട്ട്, അവരുടെ ഓട്ടോബയോഗ്രഫി കൊടുത്തിട്ട് അതിൽ നിന്നും ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ എഴുതാനുള്ള ഒരു ചോദ്യം നാളെ വന്നിരിക്കും. അത് 2 രൂപത്തിൽ വരാം. ഇതുപോലെ വലതുഭാഗത്ത് നിങ്ങൾക്ക് ബോക്സ്, വലതുഭാഗത്ത് നിങ്ങൾക്ക് പൂരിപ്പിക്കാനുള്ളത് വരും. ഇടത് ഭാഗത്തും 2 ഭാഗത്തും നിങ്ങൾക്ക് കോളങ്ങൾ ഒഴിച്ചുവിട്ട് അത് പൂരിപ്പിക്കാനുള്ള ബയോഡാറ്റ വരും. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രം കൊടുത്തിട്ട്, ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾക്ക് ഇതുപോലെ കൊടുത്ത് മറുഭാഗം പൂരിപ്പിക്കാൻ മാത്രമായിട്ടുള്ള 2 രൂപത്തിലുള്ള ബയോഡാറ്റ നിങ്ങൾക്കുണ്ട്. ഇതിലേതെങ്കിലും ഒരു ബയോഡാറ്റ നാളെ നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്നുള്ള ഒരാളുടെ ഒരു കഥാകൃത്തോ കവിയെക്കുറിച്ചോ, അതല്ലെങ്കിൽ അതിന് പുറമേ നിന്നുള്ള ഒരു കവിയോ കഥാകൃത്തിന്റെയോ ഒരു ഫിക്ര ഇതുപോലത്തെ ഒരു തർജുമത്തുൽ ഹയാത്ത് എന്നിട്ട് അതിൽ നിന്നും ബയോഡാറ്റ ബയാനത്തു ഷഖ്സിയ വന്നിരിക്കും. അപ്പോൾ SSLC ഓണം എക്സാം 2025 ചോദിക്കാൻ പോകുന്ന ബയോഡാറ്റ 2 രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ വലത് ഭാഗത്ത് കംപ്ലീറ്റ് തന്ന് ഇടത് ഭാഗത്ത് പൂരിപ്പിക്കാൻ, അല്ലെങ്കിൽ 2 സൈഡിലും പൂരിപ്പിക്കാനുള്ള ബയോഡാറ്റ. അത് നിങ്ങളുടെ കവിതകളുമായി ബന്ധപ്പെട്ട്, കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട്, കവിയത്രികളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലും ചോദിക്കാം. ഇറ്റ് ഈസ് എ ജനറൽ ക്വസ്റ്റ്യൻ ഫോർ യു. സോ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഇത്ര പോരെ മാഷ? മതി. അപ്പൊ മാഷ ഒരു നല്ലൊരു മോട്ടിവേഷൻ കൂടി കുട്ടിക്ക്. പ്രിയപ്പെട്ട മക്കളെ, അറബി പരീക്ഷ
ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പോലും അർത്ഥമറിയാത്ത ഇന്നലെ അറബിക്ക് ചേർന്ന ഒരു കുട്ടിക്ക് പോലും എങ്ങനെ അറബിയിൽ മാർക്ക് വാങ്ങാം എന്ന രീതിയിൽ നമ്മളെ ലൈവിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ലൈവ് പോയി കാണുക. ലൈവ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്വയം ചോദ്യങ്ങളൊക്കെ ഞാൻ അതിൽ തന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. ചില കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇന്ന് കിടക്കുന്നതിന് മുൻപും നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ വായിച്ചു പോയാൽ പ്രിയപ്പെട്ട മക്കളെ, നാളത്തെ SSLC പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. അതെ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. യെസ്, അത് നല്ല ബുദ്ധി കൂട്ടാനുള്ള ഒരു സാധനാട്ടോ. ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നാളത്തെ പരീക്ഷ, അറബി പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈവിൻ്റെ അടിയിലോ കമൻറ്റ് ചെയ്യണം, ഇന്നത്തെ അറബി എക്സാം ഇഷ്ടപ്പെട്ടു, അംഗീകരിച്ചു, MS സൊല്യൂഷൻസിൻ്റെ അറബി ഫാക്കൽറ്റിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതിൽ എന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിൽ പരം മറ്റൊരു ഫീഡ്ബാക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നാളത്തെ അറബി പരീക്ഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടുത്ത സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് പറയണം, ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നു, MS സൊല്യൂഷൻസിലെ ക്ലാസ് കണ്ടുപോയത് കൊണ്ട് നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങളുടെ കമൻറ്റ് സാറൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലേ മാഷേ? ഓക്കെ. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.